ഹായ് ഗേയ്സ്, ഇന്ന് നമ്മൾ പോണത് ശിവഗിരിയിലാണ്. ഫാമിലിയായിട്ടാണ് പോണത്. എൻ്റെ മോളും എൻ്റെ വൈഫും എൻ്റെ അച്ഛനും ഉണ്ട്. അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നൊക്കെയാണ്. പിന്നെ എൻ്റെ അമ്മയും ഉണ്ട്. എല്ലാവരും കൂടെ നമ്മുടെ ഓട്ടോയിലാണ് പോണത്. നമ്മുടെ ചെറുവിള അമ്പലമാണ്. ഫെബ്രുവരി 11-ാം തീയതിയാണ് ഉത്സവം. എല്ലാവരും വരണം. ഇത് പുത്തമ്പുഴ അമ്പലമാണ്. ഈ അമ്പലത്തിലെ ഉത്സവം മറ്റന്നാളാണ്ടാണ് 1-ാം തീയതി. പിന്നെ നമ്മൾ ഇത് ഊന്നുമൂടി ജംഗ്ഷനാണ്. ഊന്നുമൂടി ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കടകളുണ്ട്. എല്ലാം മലക്കറിക്കട, തുണിക്കട, ഫോൺ കട, എല്ലാം മിക്ക കടകളുണ്ട്. ഹോട്ടൽ തന്നെ ഒരുപാടുണ്ട് ഊന്നുമൂടി ജംഗ്ഷനിൽ. പിന്നെ ഇത് ഐരൂർ ജംഗ്ഷനാണ്. നമ്മൾ ശിവരി പോകുമ്പം ഊന്നുമൂട് ഐരൂർ ജംഗ്ഷൻ കഴിഞ്ഞാണ് പോകേണ്ടത്. ഇത് ഐരൂർ ജംഗ്ഷനാണ്. നമ്മളൊരു കൂട്ടുകാരൻ്റെ കടയുണ്ടതുകൊണ്ട് അത് കാണുന്നത് കൂട്ടുകാരൻ്റെ മലക്കറി കടയാണ്. ഇന്ന് തുറന്ന് എല്ലാ ദിവസവും തുറക്കുന്നതാണ്. ഇത് നടയറ ജംഗ്ഷനാണ്. ഐരൂർ വഴി വന്നിട്ട് നടയറ ജംഗ്ഷൻ കയറിയാണ് ശിവഗിരിയിൽ പോണത്. ഇത് നടയരയിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മറ്റേ നടയര കോളനി വഴി പോകും. നമ്മളതാ ശിവഗിരി എത്താറായി. വണ്ടിയുടെ പാർക്കിംഗ് ഒക്കെ കണ്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ തൊട്ടേ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തിനാകുമോ എന്തോ. കൊച്ചിനെയൊക്കെ കൊണ്ടാണ് പോണത്. നമ്മളിതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. എൻ്റെ വൈഫും എൻ്റെ അമ്മയും ഞാനും കൊച്ചും അച്ഛനോടാണ് പോണത്. അതുകൊണ്ട് അവിടെ ചെറിയൊരു ബ്ലോക്കായി. അങ്ങ് എത്തിയില്ല, അതിന് മുന്നേ ചെറിയൊരു ബ്ലോക്കായി. ഫസ്റ്റ് ബലൂൺ കട, ബലൂനും പിന്നെ ബാക്കി ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ചെരുപ്പാണ്, ചെരുപ്പ്, ചായ ഗ്ലാസ് ഐറ്റങ്ങൾ, പിന്നെ കപ്പ് എല്ലാം ഉണ്ട്. പൊരിയൊക്കെ വന്നിരിക്കുകയാണ്. പൊരിയുണ്ട്. ആഹാ, എല്ലാ കടകളും ഉണ്ട് ഇവിടെ. നല്ല കടലയും മറ്റേ മലക്കറി എല്ലാ ഐറ്റങ്ങളും ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ കടല. പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട്. കമ്മലുള്ളവർക്ക് കമ്മൽ വാങ്ങാം, കമ്മൽ വേണ്ടവർക്ക് കമ്മൽ വാങ്ങാം. പിന്നെ പിച്ചാത്തി, ചീപ്പ്, കത്രിക എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇത് നമ്മളെ വീട്ടിനടുത്തുള്ള ചേച്ചി മോനുമാണ്. നമ്മളെ മെമ്പറ ഭാര്യയും, പഴയ മെമ്പർ ഭാര്യയും വൈഫുമാണ്. നമ്മളത് വാങ്ങി തിന്ന്, നമ്മുടെ വീട്ടിനടുത്തുള്ള നമ്മൾ വാങ്ങി തിന്ന്. അമ്മയൊക്കെ നല്ല ചവല. ഞാനും എൻ്റെ മോളും കൂടെ തിന്നിയാണ്. നല്ല രുചിയുണ്ട്. 50 രൂപയാണ് വില. എല്ലാവരും ഇവിടെ വരികയാണെങ്കിൽ ഈ കടയിൽ വന്ന് വാങ്ങണം. അവളും കഴിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. ബലൂൺ ഐതിക്ക് വേണമെന്ന് പറഞ്ഞ ബലൂൺ. പക്ഷേ ഇപ്പോഴേ ലാസ്റ്റ് തിരിച്ച് പോകാൻ നേരത്ത് വാങ്ങാമെന്ന് പറഞ്ഞ് അതിനെ പറ്റിച്ച് നമ്മളിതാ വീണ്ടും യാത്ര പോവുകയാണ്. ചട്ടി, കലം എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. പ്ലാസ്റ്റിക് ഉണ്ട്, അല്ലാതെ മൺചട്ടി ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും ഇവിടെ വന്ന് എല്ലാം വാങ്ങിയിട്ടാണ്. തേങ്ങയല്ല, കരിക്കൻ വെള്ളം കുടിക്കുന്നുണ്ട്. കരിക്കൻ വെള്ളം കുടിക്കാം. എല്ലാ ഐറ്റങ്ങളും കടകളുണ്ട്. നല്ല മുളക് ബജ്ജി, സൂപ്പർ മുളക് ബജ്ജിയാണ് ഇവിടുന്ന്. പിന്നെ നമ്മൾ സ്വന്തപ്പെട്ട ഒരാളെ കണ്ടായത്, മൂത്തേമ്മൻ്റെ മക്കളെ കണ്ടായത്. മൂത്തേമ്മ മരിച്ചുപോയി. കുറേ നാളായി കണ്ടിട്ട് അതിനുള്ള സന്തോഷമാണ്. ചേച്ചിയാണ്. ചേച്ചിയുടെ മക്കളും കൊച്ചുമക്കളും അതാണ്ട് ഓനൊക്കെ കരയത് അവിടെ കിടന്ന്. കുറേ നാളെ നമ്മൾ കണ്ടിട്ട് ഇവരെ ഐരൂരുള്ളതാണ്. അപ്പോൾ അതിനുള്ള സന്തോഷമാണ്. കാണാതിരുന്ന് കണ്ടപ്പം വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കും എല്ലാവരും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. യാത്ര എന്ന് വെച്ചാൽ കാഴ്ചകൾ കാണാൻ വേണ്ടി തന്നെ മൊത്തം ആൾക്കാരാണ്, തിരക്കാണ്. അതുകൊണ്ട് പൊരിക്കട, തന്നെ മുട്ടായിക്കട, ഇഷ്ടംപോലെ ഐറ്റങ്ങൾ. പിന്നെ അവസാനം ആയുധി കരഞ്ഞ് വരും. ലാസ്റ്റ് മേടിച്ച് കൊടുക്കേണ്ടി വന്ന് ഇവൻ്റെ തന്നെ. ഞാൻ പറഞ്ഞു കൊല്ലം കഴിക്കാനാണ്, എന്തെങ്കിലും ഒന്ന് വാങ്ങി. 100 രൂപ പറഞ്ഞ് 80 രൂപ കൊടുത്ത്. 80 രൂപ ഉള്ളത്. പിന്നെ നമ്മൾ അകത്ത് ടിക്കറ്റ് എടുത്ത് നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി അകത്ത് കയറിയിരിക്കുകയാണ്. ഇത് വെറൈറ്റി ആണെന്നാണ് നമ്മൾ കേട്ടത്. നോക്കാം, കണ്ടു നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യമേ കാണുമ്പോൾ മീനിൻ്റെ ഐറ്റങ്ങളാണ്. പല സൈസ് മീനുകളുണ്ട്, പല മോഡൽ മീനുകളുണ്ട്. ഗോൾഡ് ഫിഷ്, അതിന് പേര് ഞാൻ പറയുന്നില്ല, സമയം പോകും. നിങ്ങൾ തന്നെ കണ്ടോളൂ. ഇഷ്ടംപോലെ മോഡൽ, കുറേ ഐറ്റങ്ങളുണ്ട്. നമ്മൾ കാണാത്ത കുറേ ഐറ്റങ്ങളുണ്ട്. നമ്മളെ അമ്മയും അച്ഛനും വൈഫും എല്ലാവരും ആ കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ്. കൊച്ചു മീനും വലിയ മീനും കളർ മീനും, പിന്നെ അടുത്തത് പ്രാവുകളൊക്കെയാണ്. കിളികൾ, പല സൈസ് പ്രാവുകളും കിളികളും കളർ പ്രാവുകളും എല്ലാം ഉണ്ട്. കൊച്ചു കുട്ടിയെ കാണാൻ പറ്റിയ തത്തയാണ്. പല മോഡൽ, പല കളറ്, കാണാത്ത സൈസ് തത്തകളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. നല്ല രസമുണ്ട്. ഇതൊക്കെ ഏത് ഇനപ്പെട്ടാണെന്നൊന്നും അറിയാൻ വയ്യ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും അറിയാൻ വയ്യ.
പല മോഡൽ പല സൈസ് ഉണ്ട്. ഇത് നമ്മളെ നാടൻ അത്തയല്ല, അതിൻ്റെ നീല കളറുണ്ട്. ഇതുമൊക്കെയാണ് വേറൊരു ഐറ്റമാണ് അതിൻ്റെ തന്നെ. പല മോഡല് പല ഐറ്റം. നമുക്ക് അടുത്ത കോഴികളാണ്. ഇത് നാടൻ കോഴിയാണ്, നമ്മൾ അത് കണ്ടാൽ തന്നെ അറിയാം. നാടൻ കോഴിയാണ്, നല്ല പൂടയൊക്കെ ഉണ്ട്. ഇത് ഏത് സൈസാണെന്ന് അറിയാൻ വയ്യ, പക്ഷേ വെറൈറ്റി തന്നെ ഐറ്റം. ഇതും വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ഇതും വെറൈറ്റി തന്നെയാണ്. ഇത് നാടൻ കോഴി, ഇത് തനി നാടൻ കോഴി അല്ല. അതിൻ്റെ മുഖം കണ്ട കോഴിയൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് വീട്ടുകാർ. പിന്നെ അങ്ങോട്ട് കുറച്ച് തിരക്കാണ്. എന്തിൻ്റെ തിരക്കാണെന്ന് മറ്റേ പാമ്പിനെയൊക്കെ തോളിലെടുത്തിട്ടാ. ഇത് കണ്ടാണ്, നല്ല ഓന്താണെന്ന് തോന്നുന്നു, ഓന്തോലൊക്കെ ഇരിക്കുന്നത്. പല സൈസ് ഡ്രാഗൺ പൊളി ആദ്യമായിട്ടൊക്കെ കാണുകയാണ് ഇതിനെയൊക്കെ. മറ്റേ ഇതിനാ പറയാൻ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പല സൈസ് ഓന്നിൻ്റെ ഇനത്തിൽപ്പെട്ട ഏതൊക്കെ മൃഗങ്ങളാണ്, ജീവികളാണ്, പല 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 സൈസുണ്ട്. ഇത് മറ്റേ ഇറക്കുന്ന സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങളത് അറിയാലോ, ഇത് ആഫ്രിക്കൻ തവളയാണെന്ന് തോന്നുന്നു. കടിച്ചു കഴിഞ്ഞാൽ വിഷത്തവള എന്നൊക്കെ പറയും. ഇത് ആമ. ആഹാ കൊള്ളാലോ. പിന്നെ ചെക്കന്മാരൊക്കെ ഡാൻസാണ്, പാമ്പിനെയും ഒക്കെ തോളിലിട്ട് ഡാൻസാണ്. ഇവിടെ ടിക്കറ്റ് എടുത്ത് തന്നെ തോളിടാം. എനിക്കും വീട്ടുകാർക്ക് പേടിയായതുകൊണ്ട് നമ്മളിത് കണ്ട് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ച്. ഇനി അടുത്ത എലികളാണ്, എലി ഐറ്റങ്ങളാണ്. പല സൈസ് പല മോഡല് എലികളാണ് ഉള്ളത്. അടുത്ത മത്സ്യകന്യകയാണ്. ഇതാണ് നല്ല കാഴ്ച കേട്ടോ. മത്സ്യകന്യകനെ കാണണമെങ്കിൽ ഇവിടെ വരാം. മത്സ്യകന്യകയെ സമ്മതിക്കണം. അവിടെ നിന്ന് കണ്ട എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മത്സ്യകന്യക. എല്ലാവരെയും സന്തോഷപ്പെടുത്തിയിട്ട് മത്സ്യകന്യകയെ കാണാൻ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എനിക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റിയില്ല, അത്രയ്ക്ക് ആളായിരുന്നു. അവൻ്റെ തന്നെ ഈ സാക്ഷി എടുക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ്. അടുത്ത ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തുള്ള ചീപ്പ്, പേന, അങ്ങനെയുള്ള പല പല ഐറ്റങ്ങളുണ്ട് ഇവിടെ. അതിൻ്റെ 80 ടിക്കറ്റ് അമ്മയ്ക്ക് 2 പിച്ചാത്തി വേണമെന്ന് പറഞ്ഞ് അമ്മ പിച്ചാത്തി എടുക്കുകയാണ്. 2 പിച്ചാത്തി നമ്മൾ ഇവിടുന്ന് എടുത്തായിരുന്നു. ഒന്ന് കയ്യിരിക്കുന്ന പിച്ചാത്തിയും അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ 2 പിച്ചാത്തി നമ്മൾ എടുത്ത് വീട്ടിൽ പിച്ചാത്തിയാണ് ഇല്ലാത്തത്. പിന്നെ 80 കൊടുത്തു കഴിഞ്ഞാൽ മുതൽ ഐറ്റങ്ങളാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കയറി നമുക്ക് ഇതൊക്കെ വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. നമ്മൾ കുറച്ച് ഐറ്റങ്ങളൊക്കെ വാങ്ങി. അതുകൊണ്ട് ഇത് പല സൈസ്, പിന്നെ 4 150 രൂപ. പിന്നെ ഇത് നമ്മൾ നാടൻ മുട്ടായികൾ, പണ്ടൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുട്ടായില്ലേ, നാടൻ മുട്ടായികൾ നമ്മൾ കുറച്ച് ഐറ്റങ്ങൾ നമ്മൾ വാങ്ങി. പുളിമുട്ടായി, അങ്ങനെയുള്ള മുട്ടായി, പഴയ കവറിലുള്ള, അതൊക്കെ പണ്ട് തിന്നിട്ടുള്ളതാണ്. ഇവിടെ വെച്ച് കാണാൻ പറ്റി, അത് തന്നെ വലിയൊരു കാര്യമായി. പല പല മുട്ടായികളുണ്ട്, ഇഷ്ടംപോലെ മുട്ടായികളുണ്ട്. പിന്നെ അവൾക്ക് കൊച്ചിന് കമ്മലൊക്കെ വേണമെന്ന് പറഞ്ഞ് കമ്മലൊക്കെ എടുത്താക്കിയാണ്. 2-3 ഐറ്റം കമ്മലൊക്കെ എടുത്ത്. പിന്നെ അമ്മയും കുറച്ച് കമ്മൽ എടുത്ത്. അച്ഛൻ അപ്പം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. വെളിയിൽ വണ്ടികളൊക്കെ പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത്, അതൊന്നും കാര്യമാക്കണ്ട. ഇത് അച്ചാറുകളാണ്, പല സൈസ് അച്ചാറുകളുണ്ട്, ഇഷ്ടംപോലെ സൈസ് അച്ചാറുകൾ. പിന്നെ ഇത് കമ്മൽ ഇല്ല, ഇതും ആ അച്ചാർ ഐറ്റമൊക്കെ തന്നെയാണ്. ഇത് വളങ്ങളാണ്, വിത്തുകളാണ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വിത്ത്, വളം ഇല്ലെന്ന്, വളം അപ്പുറത്താണ്, ഞാൻ നേരത്തെ കാണിച്ചില്ലേ. ഇത് പിന്നെ അച്ച്, മൈലാഞ്ചി ഇടുന്നത് അവൾക്ക് ഇടണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓക്കെ, അവൾ നല്ലൊരു നമ്മൾ അത് നോക്കി അവൾക്ക് മൈലാഞ്ചി ഇടുകയാണ് നമ്മൾ. കുഴപ്പമില്ല, കണ്ടിട്ടൊരു നല്ല മൈലാഞ്ചി പോലെയാണ് തോന്നിയത്. ഐറ്റം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട്, അവൾക്കും ഇഷ്ടപ്പെട്ട്, വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അമ്മയൊക്കെ പറഞ്ഞത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്, സൂപ്പറാണ്. അങ്ങനെ ഒരു വെള്ളയും കൂടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ നമ്മളവിടുന്ന് 50 രൂപയാണ്. 50 രൂപയാണ് ഇതിൻ്റെ വില. 50 രൂപയ്ക്ക് മുതൽ തന്നെയാണ് ഐറ്റം. കൊള്ളാം. മൈലാഞ്ചിയൊക്കെ ഇട്ട് പല അച്ചുകളുണ്ട്, പല സൈസുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഇടാവുന്നതാണ്. 50 രൂപയുള്ള വില. പിന്നെ നമ്മളിവിടെ ഇത് കാരുണ്യ പ്രവർത്തനം എന്നാണ് അവർ പറഞ്ഞത്. മറ്റേ വീട്ടിലാരും ഇല്ലാത്തവർക്ക് പിന്നെ അവിടെ നമ്മൾ സാധനം എടുത്ത്, പിന്നെ അത് പൊരിയുണ്ട്, കപ്പലണ്ടി മുട്ടായി, പഴയ മിച്ചർ മുട്ടായി, പിന്നെ പല പല ഐറ്റങ്ങളുണ്ട്, കുറേ ഉണ്ട്. അങ്ങനെ ഇതാണൊരു ഐറ്റം. പ്രേതത്തിൻ്റെ കൂടാരം എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്തൂടെയാണ് കയറിയത്. പിന്നെ ഫുള്ള് ഇരുട്ടാണ്, ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഐതിക്ക് ചെറിയൊരു പേടി പോലെ ആയി. നോക്ക്
അത് എന്തൊക്കെയാണ് കാഴ്ചയെന്ന് നമ്മളിങ്ങനെ അങ്ങനെ നമുക്ക് ഫുള്ള് ഇരുട്ടാണ്, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പെട്ടെന്നാണ് വേണ്ട അയ്യോ കൂടെ നൈസായിട്ട് ഈ കൊച്ചു പിള്ളേർക്കൊക്കെ പേടിയാകാൻ പറ്റും കേട്ടോ ഐറ്റം. കൊള്ളാം, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട്. അത് നമ്മൾ ലൈവായിട്ട് കാണിക്കാൻ പറ്റിയില്ല. അതും അടിപൊളി. അടുത്ത പ്രേതം ഐതി അപ്പോഴേ ചെറുതായിട്ട് കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഐതിനെ കൊണ്ട് അവൾ മുന്നോട്ട് പോയി. അതാ വീണ്ടും ഇതാ അടുത്ത് ഇങ്ങനെ മുന്നോട്ട് വന്ന് അടുത്ത ഐറ്റം. എൻ്റെ പൊന്നോ, എല്ലാ കൊച്ചു പിള്ളേർക്കൊക്കെ പേടിയാവാൻ പറ്റുന്ന ഇതിപ്പോൾ നിരങ്ങി പോകണം. അടുത്ത വേറെ ഐറ്റം ഉണ്ട്, അത് ഇച്ചിരി കൂടെ ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾപ്പിച്ച് ഇതിന് ആടി നിൽക്കും. ആസ്തി കൂടെ പോല ഐറ്റങ്ങളൊക്കെ കൊള്ളാം. അല്ല പൊളി വൈബ്, പൊളി ഐറ്റങ്ങളല്ല. ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഐതി പെട്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലാസ്റ്റ് ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ഐതിനെ കാണിച്ചു തരാം. അത് അടുത്ത പ്രേതം ഇത് കൂലിങ്ങും കിടന്നാണ്, പാതി ആസ്തി കൂടെ ഉള്ളു. മൊത്തത്തിലൊരു വൈബ് പോലാണ്ട് ഐതി. അയ്യോ അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയതിന് ശേഷം ഐതിയുടെ മൂഡ് തന്നെ അങ്ങ് മാറി. വെളിയിലിറങ്ങി ഐതി ഇപ്പം നൈസായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കരച്ചിലൊക്കെ മാറ്റി എങ്ങനെയെങ്കിലുമൊക്കെ നൈസായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് ഈ ബോൾ എറിയുന്ന ഐറ്റം കിട്ടിയത്. ഞാൻ ഇതിൽ പങ്കെടുത്ത്. ഇത് അമ്പേരിയാണ്, പക്ഷേ അമ്പേര പോച്ച് അടുത്ത എറിയിലിങ്ങനെ കാണാൻ പറ്റാണ്ട. അമ്പേര പോയി ഇനി അവനൊരു കയ്യും കൊടുത്ത് തിരിച്ചു പോവുകയാണ്. പല പൈസ പോണ ഐറ്റങ്ങളുണ്ട്, ചിലപ്പം പൈസയും കിട്ടും. അതുകൊണ്ട് ഒരുപാട് പൈസ പോയതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ച് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പയ്യെ അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പൈസ പോകുമെന്നറിയാം. എനിക്കിത് ഭ്രാന്താണ്. ഞാൻ ഒരുപാട് വന്നിട്ട് 10,000-2,000 കൊണ്ട് കളഞ്ഞതാണ്. ഇത് എന്ന് വെച്ചാൽ ഡ്രസ്സാണ്, 99 രൂപയാണ് വില. ഡ്രസ്സ് ഐറ്റങ്ങൾ കുറേ ഐറ്റങ്ങളുണ്ട് കേട്ടോ. കൊച്ചു പിള്ളേർക്കായതും ഇത് തോക്കുകൊണ്ട് വെടിവെക്കുന്നതാണ്. അവ അടിച്ച് എൻ്റെ നെഞ്ചത്തെ ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് വെളിയിലോട്ടൊക്കെ ഇറങ്ങി. വീണ്ടും ചായക്കടയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കാം, കുലിക്ക് സർവത്ത് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ആളുമാണ്, തിരക്കുമാണ്, ഒരു രക്ഷയില്ല തിരക്കിൻ്റെ കാര്യത്തിൽ. പിന്നെ ഒരു കൊട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഹാളാണ് അവിടുത്തെ. അതിൻ്റെ ഹാളിൻ്റെ വെളിയാണ്. അകത്ത് കയറിയിട്ട് വരാം. അകത്തവിടെ പരിപാടി നടക്കുന്നത് നൃത്തമാണ് നടക്കുന്നത്. അതിൻ്റെ അകത്തും ഒരുവിധം ആൾ ഫുള്ളാണ്. നല്ല കപ്പാസിറ്റി ഉള്ള ഹാളാണ്. അവിടെ ഒരുവിധം ആൾ ഫുള്ളാണ്. അപ്പോൾ കൊച്ചു കരച്ചിൽ തുടങ്ങി ഏകദേശം. അപ്പം എല്ലാവരും തളർന്ന്, അച്ഛനും തളർന്ന്, അമ്മയും തളർന്ന്, അവൻ കരഞ്ഞ്. അപ്പം മൊത്തത്തിൽ നമ്മൾ വിചാരിച്ച് ഇനിയും കുറച്ച് കാഴ്ചകൾ തോനെയുണ്ട് അങ്ങോട്ടൊക്കെ. അതുകൊണ്ട് ആ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. അതൊരു ഇപ്പോഴൊന്നും തീരത്തില്ല. അപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട്, കൂട്ടുകാരെന്ന് പറഞ്ഞു തരാം ഒരു ചാനലൊക്കെ തുടങ്ങി. അപ്പം കൂട്ടുകാരൻ അയ്യോ ഞാനും ഉണ്ടാവും അതിലെന്ന് പറഞ്ഞ് ലാസ്റ്റ് കൈ കൊടുത്ത് വന്ന്. പിന്നെ നമ്മൾ അപ്പോഴും തന്നെ ഒരു അളിയനെയും കണ്ട്. അളിയന് എൻ്റെ വൈഫിനെ അകത്താക്കിയിട്ട് ഇതിനെ കഴിക്കാനുള്ള പുറപ്പാടാണെന്ന് പറഞ്ഞ് വെളിയിൽ പോവുകയാണെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഇനി നിൽക്കുന്നില്ല. അച്ഛനും അമ്മയ്ക്കും കാല് വയ്യ, മോള് കരയുകയും ചെയ്യുന്നത്. നമ്മൾ അതുകൊണ്ട് തിരിച്ച് പോകാമെന്ന് വെച്ച്. ഇനി വരികയാണെങ്കിൽ നമ്മൾ ബാക്കി കാഴ്ചയും കൂടെ കാണിച്ചു തരും. അങ്ങനെ അവൾക്ക് ഒരു കത്തി പോലൊരു സാധനം മേടിച്ചു കൊടുത്ത് അവളെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. പക്ഷേ അച്ഛനമ്മയ്ക്കും വയ്യ, കാലൊന്നും വയ്യാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി നമുക്ക് പിന്നെ ദിവസം വരാമെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ മോൾ കളിക്കുകയാണ്. മോളിപ്പോൾ കരച്ചിലൊക്കെ മാറി ഒരുവിധം ഓക്കെ ആയി. അച്ഛനും അമ്മയും എന്നാ വയ്യ, പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ വയ്യ, കുറച്ചായല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് പോകാനുള്ള സെറ്റപ്പിലാണ്. നമ്മൾ അവളുകൊണ്ട് തിരിച്ച് നമ്മൾ നടക്കാൻ കുറച്ച് നമ്മളിങ്ങനെ നടന്നല്ലേ വന്നത്. അപ്പോൾ തിരിച്ച് നടക്കാനും കുറച്ചുണ്ട്. അങ്ങനെ നേരെ അങ്ങോട്ട് ഇരുട്ടി വരികയാണ്. ഇരുട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം ഏകദേശമൊക്കെ ആയി, രാത്രിയായി. നടന്ന് തിരിച്ച് പോണ്. അടുത്തെത്താൻ തന്നെ കുറച്ച് സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് തന്നെ നടന്ന് പോയിട്ട് പിന്നെ അവളെ എടുത്ത് തളർന്നുകൊണ്ട് ഞാൻ പിന്നെ തോളിലാക്കി കൊണ്ടുപോവുകയാണ് അവരവസരം. ലാസ്റ്റ് നമ്മൾ ഏകദേശം ആട്ടിനടുത്ത് എത്തി. എത്തിയിട്ട് പിന്നെ നമ്മൾ ഊന്നുമൂട് കൂട്ടുകാരൻ്റെ കടയാണ്. കൂട്ടുകാരൻ്റെ കടയിൽ നിന്ന് ഫുഡ് കൂടെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വെച്ച്. ഇവിടുത്തെ ചിക്കൻ പെരട്ട് അടിപൊളിയാണ്. നല്ല തേങ്ങാപ്പൂളൊക്കെ ഇട്ട് നമ്മൾ പെറോട്ടയും ചിക്കൻ പെരട്ടും കഴിക്കാൻ നമ്മൾ വിചാരിച്ചു. അങ്ങനെ പെറോട്ട കൊണ്ടുവന്ന് ചിക്കൻ പെരട്ടും കൊണ്ടുവന്ന് അങ്ങനെ പെറോട്ടയും ചിക്കൻ പെരട്ടുമൊക്കെ നമ്മളിങ്ങനെ ആ ചിക്കൻ പെരട്ട എന്ത് രുചിയെന്ന് അറിയുന്നത് ഇവിടുത്തെ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളിവിടുന്ന് തിരിച്ച് കൂട്ടുകാരെ കാണാൻ പറ്റിയില്ല, കട ആളില്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും.